ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിച്ച് ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതം പോലെ അവരുടെ ബാക്കിൽ അണിനിർന്നുകൊണ്ട് അവരെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ അമിതമായി ആദരിക്കാതെ, അവരെ അമിതമായി ക്രിസ്ത്യാനികൾ ഈസ നബിയെ ആദരിച്ചതുപോലെ ആദരിക്കാതെ, അവരെ മിതമായി അള്ളാഹ് കൽപ്പിച്ചതുപോലെ ആദരിച്ച്, അള്ളാഹ് കൽപ്പിച്ചതുപോലെ ബഹുമാനിച്ച്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ, അടിവരയിടണം. റസൂലുള്ളാഹി പറയുന്നു ബുഖാരിയിൽ എന്താണ്? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ, ലോക ക്രിസ്ത്യാനികൾ, നമുക്ക് പരിചയമുള്ള ബ്രിട്ടീഷുകാർ, ജർമ്മൻകാർ, ഫ്രഞ്ചുകാർ, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ലോക ക്രിസ്ത്യാനികൾ. ഈ ലോക ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്നവർ പറയുന്ന ഈസ നബി അലൈഹി സ്വലാമിനെ ആദരിച്ച് അതിര് വിട്ട് കിടന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരെ പൂജിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും ചെയ്തതുപോലെ, അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, നിങ്ങൾ എന്നെ അവർ കാട്ടിയതുപോലെ പൂജിക്കുകയോ, എനിക്ക് വേണ്ടി നേർച്ചയാക്കുകയോ അറക്കുകയോ ചെയ്യരുത് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. റസൂലുള്ളാഹി പറയുന്നു, ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമാക്കി ആദരിച്ചു കളയരുത്. കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ പണ്ട് ഈസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കാട്ടിയതുപോലെ ഇപ്പോൾ കാട്ടും പോലെ. റസൂലുള്ളാഹി നിസ്കരിക്കാം, പലപ്പോഴും നിസ്കരിക്കും. ആയിഷ പലപ്പോഴും പറയും, ഞാൻ ഇത് ഓതുന്നത് കേട്ടു, അത് ഓതുന്നത് കേട്ടു. ഓതുന്നതൊക്കെ കേട്ടിട്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉമ്മു സലമ വേറെ, സൈനബ് വേറെ, ആയിഷ വേറെ, ഓരോരുത്തരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി ഒരു അവസരത്തിൽ നിസ്കരിച്ചപ്പോൾ ഒരായത്ത് മാത്രം ഓതി. കരയാണ്, പൊട്ടി കരയാണ്. അത് എന്താണത്? ഈസ നബിയെ കോർട്ടിലേക്ക്, അള്ളാഹിന്റെ മഹാ കോർട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു രംഗമുണ്ട് ഖുർആനിൽ. സൂറത്തുൽ മാഇദയിൽ പരിഭാഷ വീട്ടിലുള്ളവർ അറബി ഭാഷ അറിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ ഈ സാധു പരിശോധിച്ച പരിഭാഷയുടെ കോപ്പി നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. അത് നിങ്ങൾ വായിച്ചു നോക്കുക. സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നു ലോക മുസ്ലിങ്ങളോട്, നമുക്ക് പഠിക്കാൻ വേണ്ടി, നിങ്ങളൊന്ന് ഓർക്കണം, ഈസ നബിയെ ഞാൻ പരലോകത്തിൽ എൻ്റെ കോർട്ടിലേക്ക് സ്പെഷ്യലായി വിചാരണക്ക് വേണ്ടി ഹാജരാക്കും. സ്പെഷ്യലായി നബിയെ ഹാജരാക്കൽ സാധാരണ ഒരു സംഭവമല്ല, സാധാരണ സംഭവമാണ്. ഭൗതിക കോർട്ടല്ല, പരലോക കോർട്ടാണ്. എന്ത്? ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചുപോയ ജിന്നുകളും മനുഷ്യന്മാരും കോടാനക്കോടി മലക്കുകളുമുള്ള സദസ്സാണ്. മലക്കുകൾ എന്നിട്ട് അള്ളാഹിലേക്ക് അടുത്ത മലക്കുകൾ മുട്ടുകുത്തി രക്ഷ എന്ന് പറയുന്ന രംഗമാണ്. ആ രംഗത്തിലാണ് ഈസ നബിയെ കൊണ്ടുവരപ്പെടുന്നത്. എന്നിട്ട് ചോദിക്കുന്ന, അല്ല ഈസ, നീ പറഞ്ഞിരുന്നുവോ ലോക ക്രിസ്ത്യാനികളോട് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങളെ ആരാധിക്കാൻ, നിങ്ങൾക്ക് നേർച്ചയാക്കാൻ, നിങ്ങളെ കറക്കാൻ, നിങ്ങളെ ദൈവമാക്കി മാറ്റാൻ, നിങ്ങളുടെ ഉമ്മയെ ദൈവമാക്കി മാറ്റാൻ നിങ്ങൾ അവരോട് പറഞ്ഞോ? അപ്പോൾ മഹാന ഈസ പറയുന്നു, ഇല്ല, നീ എന്നോട് എന്ത് കൽപ്പിച്ചു അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് കാട്ടി എന്നുള്ളത് ഞാൻ കണ്ടു, പക്ഷേ പിന്നെ എന്ത് കാട്ടി എന്നുള്ളത് നിനക്കാണ് അറിയുക. അതുകൊണ്ട് റബ്ബേ കരയന്നെ നീ ലോക ക്രിസ്ത്യാനികളെ, ഈസ നബി പറയുന്ന വാക്കാണ് പരലോകത്തിൽ, നീ ലോക ക്രിസ്ത്യാനികളെ ശിക്ഷിക്കുകയാണെങ്കിൽ, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചതിനും എന്നെ പൂജിച്ചതിനും എൻ്റെ ഉമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിനും പകരം അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക, അവര് നിന്റെ അടിമകളല്ലേ. നീ അവർക്ക് മാഫ് ചെയ്യുകയാണെങ്കിൽ നീ മാന്യനല്ലേ. ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഇത്രയും വലിയ പാപം ചെയ്ത ക്രിസ്ത്യാനികളായ പരാക്രമികളെ കുറിച്ച് ഈസ പറയല്ലേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ എന്ന വാക്ക്. അപ്പോൾ എൻ്റെ ഉമ്മത്തുകളെ കുറിച്ച് എന്താണ് ഞാൻ പറയുക, എന്താണ് അള്ളാഹു കാട്ടുക? ഇത് ഓർത്ത് കരയാണ് റസൂലുള്ളാഹി. നമ്മെ കുറിച്ച്, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഓർത്ത് കരയാ റസൂലുള്ളാഹി. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളല്ലേ അവർ. ഈ വാക്ക് പറഞ്ഞ റസൂൽ കരഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുക്കറിയാം എന്തിനാണ് കരയുന്നത്, അല്ലാഹുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. പക്ഷേ ഇത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശരിയാണ്. അല്ലാഹ് പറയുന്നു, ജിബ്രീലേ പോയി ചോദിക്കുക എന്ത് വേണം മുഹമ്മദ് എന്ന്. ജിബ്രീൽ വന്ന് ചോദിക്കുന്നു എന്ത് വേണം. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, എനിക്ക് വേണ്ടത് എൻ്റെ ഉമ്മത്തുകളുടെ കാര്യം ഓർത്ത് ഞാൻ കരയാണ്. അപ്പോൾ അല്ലാഹ് പറയാൻ വേണ്ടി പറഞ്ഞു, ജിബ്രീലേ പറയൂ അവരോട്. എന്ത്? ആരോട്? മുഹമ്മദിനോട്. നിങ്ങളുടെ ഉമ്മത്തുകളെ കുറിച്ച് അവരുടെ കാര്യത്തിൽ മതി എന്ന് പറയുന്നത് വരെ വേണ്ടത് ചെയ്യാൻ, അഥവാ ശഫാഅത്ത് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലാഹു. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് റസൂലുള്ളാഹിക്ക് സമാധാനം വന്നത്. നമ്മുടെ കാര്യം
നമ്മുടെ കാര്യം, അതിനുള്ള അന്ത്യം, നമ്മുടെ അന്ത്യം നമുക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള ചാൻസ് ലഭിക്കുമെന്ന് കേട്ടപ്പോൾ റസൂലിന് സന്തോഷമുണ്ടായി. അതുവരെ കരിയന്നെ മദീനത്തെ പള്ളിയിൽ. നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ റസൂൽ നമുക്ക് വേണ്ടി പണ്ട് കാട്ടി എന്നുള്ള കാര്യം. എന്നിട്ട് റസൂലുള്ള കൂട്ടിച്ചേർക്കുന്നു നമ്മളോട് പല ഹദീസുകളിൽ. റസൂലുള്ള പറയുന്നു, അല്ലയോ ഉമ്മത്തുകളെ, നിങ്ങൾക്ക് എൻ്റെ ഷഫാഅത്ത് കിട്ടണമെങ്കിൽ ഇത് ഏക ചാൻസാണ്. സ്വർഗത്തിൽ കാണുന്ന ഏക ചാൻസാണ്. വേറെ ചാൻസ് ഒന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തവരില്ല, നമ്മൾക്ക് തോന്നിവാസം കാട്ടാത്തവരില്ല. തട്ടിപ്പ്, വെട്ടിപ്പ്, അനാചാരം, അക്രമം, മേശനി, പരദൂഷണം, പലിശ വാങ്ങൽ, പലിശ തിന്നൽ, പലിശ കൊടുക്കൽ, എന്തെല്ലാം തോന്നിവാസങ്ങൾ നാം കാട്ടിക്കൂട്ടി. പലരും അറിവില്ലാത്തത് കൊണ്ട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു, മലക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്പ്യാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം അവിടെ നൂലാമാലകളും തോന്നിവാസങ്ങളും അനിസ്ലാമിക പൂരങ്ങളും നേർച്ചകളും കെട്ടിപ്പൊക്കലുകളും എന്തെല്ലാം നാം കാട്ടിക്കൂട്ടുന്നു. ഇതെല്ലാം കാട്ടിക്കൂട്ടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് വഴി? റസൂലുള്ള പറയുന്നു, നിങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുക, അള്ളാഹനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ പരിശ്രമിക്കുക. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്, മൻ മാത വഹുവ യദ്ഉ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെയാണ് ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മരിക്കേണ്ട ഗതികേട് വരുന്നതെങ്കിൽ ഫദഖലൻ നാർ, അവൻ നരകപ്പുള്ളിയാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഖുർആൻ അല്ലാഹു തീർത്ത് പറഞ്ഞത്, മുഹമ്മദ് നബിയെ, നിങ്ങൾ എൻ്റെ കൂടെ ആരെങ്കിലും പങ്കു ചേർത്താൽ നിങ്ങൾക്ക് തന്നെ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലോട് അള്ളാഹ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ.